ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. ഞാനത് ഇപ്പം എണീറ്റേ ഉള്ളൂ. ഇന്നലെ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ മടിയായതുകൊണ്ട് ഈ സാധനം തലയിലിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഇനി നമുക്ക് ക്ലീനിങ് കഴിഞ്ഞിട്ടാവാം കുടി അല്ലേ. അതിനു മുന്നേ ഞാൻ കോലൊന്ന് കാണിച്ചു തരാം. ഇതാണ് ലിവിങ് ഏരിയയുടെ അവസ്ഥ. ടേബിളും എല്ലാം ആകെ അലക്കുലക്കായിട്ടിരിക്കുകയാണ്. നമുക്ക് ഓഫീസിൽ പോകണമായിരുന്നു ഈ വീക്ക് എൻറ്റയർലി, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് കിച്ചണിൻ്റെ അവസ്ഥ. ബെഡ്റൂമിൽ പിന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ മൊത്തം അങ്ങനെയാണ്. അപ്പോൾ 2 ആഴ്ചയായി ആക്ച്വലി ഈ വീട് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പം ഈ ശനി ഞായറും ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചുറ്റും മെസ്സായി കിടന്ന എൻ്റെ മൂഡും അങ്ങനെയാവും. സോ പല്ല് തേച്ച് നമുക്ക് ശുഭമായി തുടങ്ങാം. ഇനി നമ്മുടെ സ്ഥിരം കലാപരിപാടി, കർട്ടൻ നീക്കി ആ അനങ്ങാത്ത സാധനത്തിന് ഞാൻ കുത്തി കുത്തി സൗണ്ട് ഉണ്ടാക്കിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ചുടുവെള്ളം വെച്ച് അതിൽ ജീരകം ഇട്ട് കുറച്ച് നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കും. അവിടെ പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശല്യമാണെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാനൊന്നും നീക്കില്ല. അപ്പോൾ ഇത്രയും ആഴ്ച ഉറങ്ങിക്കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, ആഹാ. നിങ്ങളും ഇങ്ങനെയാണോ എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ മോർണിംഗ് കുറച്ച് വെള്ളം അവിടെ ഇരുന്നിട്ട് തന്നെ ഞാൻ കുടിക്കാൻ ശ്രമിക്കും. നിന്ന് കുടിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് എന്ത് ചെയ്യാം ഇന്ന് എന്നിങ്ങനെ ആലോചിക്കും. ഇതിടയ്ക്ക് ചൂടെടുക്കുമ്പോൾ ഇവിടെ ഒന്ന് കിടക്കുന്നതാണ് രാത്രി. പിന്നെ ആ മുക്കിലൊക്കെ ഏതാണ്ട് ഈ ജിം ബാഗും അതും ഇതെല്ലാം വെച്ച് ഒരുപാട് പൊടിയായിരുന്നു. പിന്നെ എൻ്റെ ചെടികൾക്കെല്ലാം എനിക്കൊന്ന് കഴുകി വൃത്തിയാക്കി. ഇപ്പോഴേക്കും ഞാൻ ആക്ച്വലി ക്ഷീണിച്ചു. ഈ ചൂടും കാരണം ഞാൻ പിന്നെ ഫുള്ള് പൊടി കാരണം ഫാൻ ഇടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മടുത്ത്. പിന്നെ ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം ചെയ്യാനാണ്, വേറെ ആര് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടിന്യൂ ചെയ്തു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, സ്വാഭാവികം. മൊത്തത്തിൽ ബെഡ്റൂം വൃത്തിയാക്കാനുള്ള എനർജി അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബെഡെങ്കിലും ഒന്ന് വൃത്തിയാക്കാം. കാരണം അതെന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ഇടുമ്പോഴേക്കും എൻ്റെ എനർജി ഏതാണ്ട് മൊത്തത്തിൽ തീർന്നു. ഇനി ഇത് ഇന്നത്തേക്ക് ഇത്ര മതിയെന്ന് ഞാൻ തീരുമാനിച്ച് ഇതും കൂടി കഴിഞ്ഞപ്പം എങ്ങനെയോ തീർത്തു. അത് കഴിഞ്ഞ് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ഉറക്കം ഉറങ്ങി നീട്ടത് 7-7:30ക്കാണ്. പിന്നെ ഒരു ഗുളികയും പാസ്സാക്കി അങ്ങിയിരുന്നു.